അതില് അപ്പോൾ ഒഴിവാക്കി വരട്ടെ, എല്ലാം ഒഴിവാക്കി വന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നും ചോദിക്കൂല. എനിക്ക് എൻ്റെ മോൻ മതി. സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട. എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആയുള്ള സമ്പത്തിൻ്റെ 3 മക്കളാണ്. ഞാൻ മരിച്ച എൻ്റെ മക്കളോട് പണ്ടുണ്ട്. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എൻ്റെ മയ്യത്ത് മോനെ കാണാൻ വരരുത്. നോക്കൊരു ഉമ്മയുടെ കണ്ണീരാണിത്, ഒരു ഉമ്മയുടെ വേദനയാണിത്. മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച് ഒരുപാട് ഭാവികൾ സ്വപ്നം കണ്ട തൻ്റെ മകനെ ഓർത്ത് ആ ഉമ്മ വെങ്ങിപ്പൊട്ടുകയാണ്. ഈ കരയുന്നത് മറ്റാരുടെയും ഉമ്മയല്ല, ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെയുള്ള ആഷി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഉമ്മയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നോക്കൂ, ആ ഉമ്മയും കുടുംബത്തെയും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ പോയ ആ ചെറുപ്പക്കാരനെ ഓർത്ത് ഇപ്പോഴും ആ ഉമ്മ കരയുകയാണ്. എങ്ങനെയെങ്കിലും തൻ്റെ മകൻ തൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ മതിയെന്നാണ് ആ ഉമ്മയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. നോക്കൂ, നൊന്ത് പ്രസവിച്ച ഉമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ആർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അത് ചരിത്രം സാക്ഷിയാണ്. എത്രയെത്ര സംഭവങ്ങൾ നാം എല്ലാവരും കണ്ടു. നൊന്ത് പ്രസവിച്ച പോറ്റി വളർത്തിയ ഉമ്മയും ഉപ്പയും ഒക്കെ തള്ളിക്കളഞ്ഞ് മറ്റൊരുത്തിനോടൊപ്പം ഇറങ്ങിപ്പുറപ്പെട്ട പെൺകുട്ടികളുടെ അവസ്ഥകൾ, ഉമ്മയെ ചീത്ത വിളിച്ചും തല്ലിയവരുടെയുമൊക്കെ അവസ്ഥ, ഭാര്യയുടെ വാക്ക് കേട്ട് തൻ്റെ സ്വന്തം ഉമ്മയെ തള്ളിപ്പറയുകയും അതോടൊപ്പം അവരെ മറ്റു വൃദ്ധസദനങ്ങളിലേക്കും കൊണ്ടെത്തിച്ച ആളുകളുടെ അവസാനത്തെ അവസ്ഥ നിങ്ങളൊക്കെ കണ്ടതാണ്. ഇന്നും നീറി ജീവിക്കുകയാണവർ. കാരണം നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ ആ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന അത് അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. തൻ്റെ മകൻ വളരെയധികം നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന മകനായിരുന്നു. എന്നാണോ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ചേർന്നത്, അന്ന് മുതൽ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി നഷ്ടപ്പെടുകയാണ്. അതിനെക്കുറിച്ച് അവൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നല്ലപോലെ ജീവിച്ചിട്ട് ഇതിലൊരു പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആയത് അത് പറയാം. അതും വേണ്ട പറയാം, നല്ലപോലെ തന്നെ ആയിരുന്നു. പക്ഷെ വന്നിട്ട് പോകുമ്പോഴോ നല്ല നിലക്ക് എൻ്റെ കുട്ടി ഇവിടുന്ന് പോയത്. ഇതിലെന്ന് പെട്ട്, ഇവൻ്റെ എന്ന് പെട്ട് നാട്ടിലേക്ക് വരുന്നില്ല. എനിക്ക് കുടുംബം വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതെന്നെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുതെന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിരിക്കണം. എൻ്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പം അല്ലാത്ത അപ്പം എന്തിനാണ്? ഇപ്പം വരട്ടെ അവനെ, എല്ലാ സമാധാനമൊക്കെ തരട്ടെ. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ എൻ്റെ കയ്യിലെത്തണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കണില്ല. നോക്കൂ, തൻ്റെ മകനെയും കാത്തിരിക്കുകയാണ് ഉമ്മ. എന്ന് വരുന്നോ അന്ന് സ്വീകരിക്കാൻ ഉമ്മ തയ്യാറാണ്. മാസങ്ങളോളം വേദന സഹിച്ച് പോറ്റി വളർത്തിയ ഉമ്മയ്ക്ക് അങ്ങനെ തന്നെ സ്വന്തം മക്കളെ വെറുതെ അങ്ങ് തള്ളിക്കളയാനാവില്ലല്ലോ. എന്നിട്ട് ആ ഉമ്മ വേദനയോടുകൂടി ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നോക്കാൻ പോലും അവൻ വരരുത് എന്ന്. അതിന് കാരണമായ ഉമ്മ പറഞ്ഞു വെക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെ നോക്കാൻ വരാത്തവൻ പിന്നീട് ഞാൻ മരണപ്പെട്ടിട്ട് വന്നിട്ട് എന്ത് കാര്യമാണ് എന്നുള്ളത്. സത്യമാണ് ഉമ്മ പറഞ്ഞത്. ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു അഭിമുഖമാണിത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട്. ജാസി എന്ന് പറയുന്ന വ്യക്തി തന്നെ വളരെയധികം മോശമായി ചീത്ത വിളിക്കുമെന്നും അസഭ്യം പറയുമെന്നും മാത്രമല്ല തൻ്റെ മകനെ വശീകരിക്കാൻ വേണ്ടി മന്ത്രവാദങ്ങൾ നടത്തിയതടക്കമുള്ള ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ. നോക്കി, ഉമ്മയുടെ ശാപം ഇത്തരം ആളുകളെ ഒരിക്കലും വെറുതെ വിടുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. സങ്കടപ്പെടേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. നോക്കൂ, ജാസി എന്ന് പറയുന്നവൻ ആ ഉമ്മയെ വളരെയധികം മോശമായി കൊണ്ട് അസഭ്യം പറയുമെന്നും ആ ഉമ്മ സങ്കടത്തോടു കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. വിടില്ലടി, നീ ആരടി ചോദിക്കാൻ, അവനെ ഞാൻ വിടൂലടി. പിന്നെ വേറെ വാക്കൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞു വിളിക്കും, വേറെ പല അനാവശ്യങ്ങളും വിളിക്കും. എന്നിട്ട് അവനെ ചീത്ത വാക്കുകളും വിളിച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് നല്ല തെറി പറയും അവന്. എന്തൊക്കെ പറയുമ്പോട്ടാണ് ഒരു പെണ്ണുങ്ങൾ എങ്ങനെ ചീത്ത വിളിക്കുക, ഒരു കച്ചറ പെണ്ണുങ്ങള് അതേപോലെ അവൻ ചീത്ത വാക്ക് വിളിക്കും. ഞാൻ പറയും വെറും തറയണവന്, വെറും തറയണവന്, അങ്ങനെ ചീത്ത വിളിക്കും. ഒരു അവസ്ഥ ഒരു ഉമ്മാപ്പിന് വരരുത്. എന്റെ അവസ്ഥ കണ്ടിൽ അവസാനം കണ്ണീരോടുകൂടി ആ ഉമ്മ പറഞ്ഞു വെക്കുന്നത്. ഇതുപോലൊരവസ്ഥ ഒരു ഉമ്മാക്കും ഉണ്ടാകരുത് എന്നാണ്. ഇത്തരമൊരവസ്ഥയെ തൊട്ടുള്ള നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നോക്കി, ഇതുപോലെ എത്ര ഉമ്മമാർ വേദനിക്കുന്നുണ്ടാകും. നമുക്കറിയാം, ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് ഒരുപക്ഷെ ഇന്ന് ബിഗ് ബോസിലൊക്കെ വലിയ രീതിയിൽ അവർക്ക് വലിയ ഇമേജൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തം ഉമ്മയും ഉപ്പയും ഒക്കെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നത്. നിങ്ങൾ നോക്കി, എത്ര പ്രതീക്ഷയോടുകൂടിയായിരിക്കും ആ 2 പെൺമക്കളെയും അവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ വളർത്തിയിട്ടുണ്ടാവുക. പക്ഷെ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പ്രതീക്ഷകളെയെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് 2 പേരും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു പോകുന്നത്. നോക്കി, ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിലെ ഒരുപക്ഷെ
ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നിമിഷമെന്ന് പറയുന്നത് തങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതാണ്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ആ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെയാണ് ഇത്തരം ആളുകൾ നശിപ്പിച്ചു കളയുന്നത്. നോക്കി, ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളും കുറേ പുത്തനാശയക്കാരുമൊക്കെ ഉണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സപ്പോർട്ട് ചെയ്യുന്ന ഈ പുത്തനാശയക്കാരും അല്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റുകൾക്കൊന്നും അവരുടെ ജീവിതത്തിൽ അത്തരമൊരു ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പുറമേ നിന്ന് ഡയലോഗ് അടിക്കാനും ഇത്തരം ആളുകളൊക്കെ മുന്നിലുണ്ടാകും. പക്ഷേ അവരുടെ സ്വന്തം മകനോ അല്ലെങ്കിൽ മകളോ ആണ് ഇതുപോലെ ചെയ്യുന്നത് എങ്കിൽ അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ആ ഉമ്മയുടെ കണ്ണീര് കണ്ടില്ല, എത്രത്തോളം പ്രയാസത്തോടു കൂടിയാണ് തൻ്റെ മകനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആ ഉമ്മ സംസാരിക്കുന്നത്. അവൻ പലപ്പോഴായിട്ടും പറയുന്ന കുറേ ന്യായങ്ങളുണ്ട്. ട്രാൻസ്ജെൻഡർമാരെക്കുറിച്ച് ഇസ്ലാമിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ കുറേ ന്യായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, നബിതങ്ങൾ കാരുണ്യത്തിൻ്റെ കടലാണ് എന്നുള്ളത് മദ്രസയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. സകലർക്കും കാരുണ്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹബീബിനെ ലോകത്തേക്ക് നിയോഗിച്ചത്. തെമ്മാടിത്തരം ചെയ്തിട്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും കൂട്ടുപിടിക്കുകയാണ് ഈ ജാസി എന്ന് പറയുന്നവൻ. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ ഈ മുസ്ലിം ആൾക്കാർക്ക് കുറച്ച് ആണ് പെണ്ണ് കെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വർഗ്ഗങ്ങള്. എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് ഖുറാനിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഖുറാൻ ഉണ്ടാകുമായിരിക്കും, എനിക്ക് അറിയില്ല. പക്ഷെ നബിക്ക് ഒരാളെ ശപിക്കാൻ പറ്റുമോ? നബി എല്ലാവരും സ്നേഹിക്കാൻ ഉള്ള ഒരാളല്ലേ. നിസ്കരിക്കാറുണ്ട് പോലും, ദിക്ർ ചൊല്ലാറുണ്ട് പോലും. എന്തിന്, എന്താവശ്യത്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. ഈ ജാസി എന്ന് പറയുന്നവൻ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സ്വാഭാവികമെന്നോണം അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു മുസ്ലിമായി മാറുക? നോക്കൂ, LGBTQ എന്ന് പറയുന്ന ആശയത്തെ എല്ലാ മതങ്ങളും എതിർക്കുന്നുണ്ട്, ഒരു മതവും സപ്പോർട്ട് ചെയ്യുന്നില്ല. നോക്കൂ, വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഒക്കെയായി നിരവധി ഇടങ്ങളിൽ ഇത്തരമൊരു ആശയത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. സുവർഗ ലൈംഗികതയിൽ ജീവിച്ച ഒരു സമുദായമായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ധിക്കാരികളായി സുവർഗ ലൈംഗികതയിൽ ജീവിച്ച ആ സമുദായത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്മേൽ മറിച്ച സംഭവത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നോക്കി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൂത്തിന്റെ സമുദായം പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലൂത്തിന്റെ സമുദായം പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ലൂത്തിന്റെ സമുദായം പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. 1-2 തവണയല്ല, 3 തവണയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എടുത്തെടുത്ത് പ്രതിപാദിക്കുന്നത്. മാത്രമല്ല, ലൂത്തിന്റെ സമുദായത്തിന് സംഭവിച്ചത് നിങ്ങളിൽ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ നബിതങ്ങൾ ശപിക്കുകയും അതോടൊപ്പം ഭയപ്പെടുകയും ചെയ്ത ഒരു സമുദായമാണ് ഇത്തരത്തിലുള്ള ഈ സുവർഗ ലൈംഗികതയുമായി ജീവിക്കുന്ന ഇത്തരം ആളുകളൊക്കെ. ആഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എല്ലാം മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി ആ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.